രാജാക്കാട്ടുകാരുടെ ഓർമ്മകളിൽ എന്നും ശശിയേട്ടൻ മാത്രമാണ്. രാജാക്കാട്ട് ശശിയേട്ടൻ കൂട്ടിവെച്ച സമ്പാദ്യവും ബാക്കിവെച്ച വലിയ പാഠങ്ങളും. ചില മനുഷ്യർ മരിച്ചാലും അവരുടെ ജീവിതം സമൂഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇടുക്കി ജില്ലയിലെ രാജാക്കാട് ടൗണിലെ ശശിയേട്ടനും അത്തരത്തിലൊരാളാണ്. രാജാക്കാട്ടിലെ തെരുവുകളിൽ വർഷങ്ങളായി എല്ലാവർക്കും സുപരിചിതനായിരുന്ന ശശിയേട്ടൻ ഇപ്പോൾ ഓർമ്മയായി മാറിയിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം പുറത്തു വന്ന ഒരു വിവരം നാട്ടുകാരെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ചെറിയ മുറിയിൽ നിന്ന് 1 ലക്ഷത്തിലധികം രൂപയുടെ സമ്പാദ്യമാണ് കണ്ടെത്തിയത്. സുമനസ്സുകളായ ആളുകൾ സ്നേഹത്തോടെ നൽകിയ ചെറിയ നാണയങ്ങളും നോട്ടുകളുമാണ് വർഷങ്ങളായി സൂക്ഷിച്ചു വെച്ചാണ് ഈ തുക അദ്ദേഹം സമാഹരിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജീവിതകാലത്ത് സ്വന്തം ആവശ്യങ്ങൾക്കായി പോലും പണം ചെലവഴിക്കാൻ മടിച്ചിരുന്ന ശശിയേട്ടൻ തൻ്റെ അവസാന നാളുകളിൽ അതീവ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. മരണശേഷം താമസിച്ചിരുന്ന മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പണം സൂക്ഷിച്ചിരുന്ന കവർ കണ്ടെത്തിയത്. ജീവിതത്തിൽ വലിയ സമ്പാദ്യങ്ങളോ ആഡംബരങ്ങളോ നേടാതിരുന്ന ഒരാളുടെ ജീവിത കഥയിൽ നിന്നാണ് ഈ തുക പുറത്തു വരുന്നത്. എന്നാൽ ശശിയേട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം പണമല്ലായിരുന്നു, അത് മനുഷ്യരുടെ സ്നേഹമായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ പങ്കുചേരാനെത്തിയ ജനക്കൂട്ടം അതിന് തെളിവായി. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകൾ ജാതമത ഭേദമന്യേ നിരവധി പേർ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശശിയേട്ടൻ്റെ ജീവിതം സമൂഹത്തോട് ചില വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ജീവിതം മുഴുവൻ കൂട്ടിവെച്ച സമ്പാദ്യം ഒടുവിൽ ഉപയോഗിക്കപ്പെടാതെ അവശേഷിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ മൂല്യം എന്താണ്? സ്വന്തം ആരോഗ്യവും സന്തോഷവും മാറ്റിവെച്ച് സമ്പാദിക്കുന്ന പണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. എത്ര സമ്പാദിച്ചാലും എത്ര ഉയരങ്ങളിലെത്തിയാലും അവസാന യാത്രയിൽ മനുഷ്യൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. ബാക്കി വരുന്നത് ഓർമ്മകളും ചെയ്ത നന്മകളും മാത്രം. ഇപ്പോൾ രാജാക്കാട്ടുകാരുടെ മുന്നിലുള്ള ചോദ്യം മറ്റൊന്നാണ്. ശശിയേട്ടൻ കൂട്ടിവെച്ച ഈ തുക എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഒരു പാവപ്പെട്ട രോഗിയുടെ ചികിത്സയ്ക്കോ, ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിനോ, മറ്റേതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ അത് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്വന്തമായി ഉപയോഗിക്കാനാകാതെ പോയ ആ സമ്പാദ്യത്തിന് ഒരു പുതിയ അർത്ഥം ലഭിച്ചേക്കാം. ശശിയേട്ടൻ യാത്രയായി, എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും മരണശേഷവും ബാക്കിയായ സമ്പാദ്യവും സമൂഹത്തിന് ഒരു വലിയ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു. ജീവിതം നാളേക്കായി മാത്രം മാറ്റിവെക്കാം, ഇന്നും ജീവിക്കണം. സമ്പാദ്യം കൂട്ടിവെക്കുക മാത്രമല്ല, അത് മനുഷ്യർക്കും നന്മയ്ക്കായി ഉപയോഗിക്കുവാനും പഠിക്കണം. രാജാക്കാടിൻ്റെ തെരുവുകളിൽ ഇനി ശശിയേട്ടനെ കാണാനാകില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്ന സന്ദേശവും ഇനിയും ഏറെക്കാലം നാട്ടുകാരുടെ മനസ്സുകളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും.